നമസ്കാരം. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ് എടുത്തേക്കുന്നത്. ക്വസ്റ്റൻ ഏത് ചാപ്റ്റർ ആണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രേഷന്റെ ക്വസ്റ്റൻസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററും ഏറ്റവും കൂടുതൽ ഡിഫറെന്റ് ക്വസ്റ്റൻസ് ഉള്ള ചാപ്റ്റർ, പിന്നെ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ക്വസ്റ്റൻ കണ്ടാൽ പോലും കുട്ടികൾക്ക് പറയാൻ പറ്റാത്തത്, മീൻസ് ചെയ്യാൻ പറ്റാത്തത്, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു ചാപ്റ്ററും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പഠിച്ചെടുക്കുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ഒരു ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളതും ഇനി ഏത് എൻട്രൻസിന് പോയാലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസുകൾ വരുന്നത്. അതുകൊണ്ട് ഇവനെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ഇന്ന് എടുത്തത് നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കൊസീക് സ്ക്വയർ എക്സ്. ഇതിനെ നമുക്ക് കാണുമ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങേണ്ടതെന്നുള്ളതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇന്റഗ്രേഷന് പ്രത്യേകിച്ച് ഈ മെത്തേഡുകൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരാൾ ചെയ്ത് തരുമ്പോൾ, ചെയ്ത് കാണിക്കുമ്പോൾ ഇത്തിരി നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ക്രാഷ് കോഴ്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. എക്സാം വരെ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്, നോട്ട്സ്, ഇക്വേഷൻ ബുക്ക്ലെറ്റ്, ക്വസ്റ്റ്യൻ പാക്കേജ്, ക്വസ്റ്റ്യൻ ആൻസർ പാക്കേജ് ആണ്. ക്വസ്റ്റ്യൻ ആൻസറോടെ തരും, നിങ്ങൾ അത് വെച്ച് പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ടൈം കളയാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്കിൽ എത്താനും പറ്റും. താഴെ തന്നുള്ള നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ആദ്യമേ ഇന്റഗ്രേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, സിംപ്ലിഫിക്കേഷൻ. അപ്പൊ ഈ സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ തുടങ്ങണം എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം സീക് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആരാ മോനെ കോസ് എക്സ്. ഇത് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതൊരു മറ്റൊരെണ്ണമാണ് കൊസീക് എക്സ്. കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആരാണ് സൈൻ എക്സ്. ഇവനാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. അപ്പൊ സീക് എക്സ് 1 കോസ് എക്സ് ആണെങ്കിൽ സീക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആരായിരിക്കും കോസ് സ്ക്വയർ എക്സ്. അതൊരു കൊസീക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആരാ സൈൻ സ്ക്വയർ എക്സ്. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ സീക് സ്ക്വയർ എക്സിന് പകരം ഞാൻ ആരെന്ന് എഴുതുന്നു 1 കോസ് സ്ക്വയർ എക്സ്. അതൊരു ബ്രാക്കറ്റ് ബൈ. കൊസീക് സ്ക്വയർ എക്സിന് പകരം 1 സൈൻ സ്ക്വയർ എക്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആണല്ലോ. അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോസ് സ്ക്വയർ എക്സ് ബൈ 1 സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ഡിവൈഡ് അല്ലയോ? നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ന്യൂമറേറ്ററിന്റെ ഫ്രാക്ഷൻ അതേപടി എഴുതും, എന്നിട്ട് ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ എങ്ങനെ മോനെ 1 കോസ് സ്ക്വയർ എക്സ് എഴുതി, ഇൻറ്റു തിരിച്ചെഴുതുമ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? സൈൻ സ്ക്വയർ എക്സ് ബൈ 1. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നോക്കിക്കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ സൈൻ സ്ക്വയർ എക്സ്, ഡിനോമിനേറ്ററിൽ കോസ് സ്ക്വയർ എക്സ് അല്ലയോ? സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ബിക്കംസ് ആരായി? ടാൻ സ്ക്വയർ എക്സ് ആണോ? ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ടാൻ സ്ക്വയർ എക്സ് എന്ന് എത്തി. ടാൻ സ്ക്വയർ എക്സിനെ എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം എന്ന് തോന്നുന്നു. അറിയാൻ വൈദ്യുതി നോക്കിക്കോ. ടാൻ സ്ക്വയർ എക്സ് എന്ന ഇന്റഗ്രലിൽ വന്നു കഴിഞ്ഞാൽ അയാളെ നമ്മൾ ഇങ്ങനെ മാറ്റണം മോനെ, സീക് സ്ക്വയർ എക്സ് മൈനസ് 1. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാ. സീക് സ്ക്വയർ മൈനസ് 1 ടാൻ സ്ക്വയർ എ, സീക് സ്ക്വയർ എക്സ് മൈനസ് 1 ടാൻ സ്ക്വയർ എക്സ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പം ടാൻ സ്ക്വയർ എക്സിന് പകരം സീ സ്ക്വയർ എക്സ് മൈനസ് 1. അപ്പൊ ഇയാൾക്ക് പകരം ഇങ്ങനെ മാറ്റി ഇപ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ മോനെ. സീ സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ ഉണ്ട് മോനെ ടാൻ എക്സ്, മൈനസ് 1ന് ഇന്റഗ്രൽ ഉണ്ട് മോനെ എക്സ്, പ്ലസ് സി, തീർന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ മനസ്സിലായിട്ടുണ്ട്. ഈ പ്രോബ്ലം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് മാറി വന്നാൽ കഴിഞ്ഞു, പിന്നെയും പണി. അപ്പോൾ ഇന്റഗ്രേഷനിലെ ക്വസ്റ്റ്യൻസുകൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഡിഫറെന്റ് ആണ് ഓരോ പ്രോബ്ലത്തിന്റെ സ്റ്റാർട്ടിങ്. രണ്ടാമത് എവിടെ കൊണ്ട് നിർത്തണം, എവിടെ വെച്ചാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. അത് നമുക്കൊരു തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം. ഒരാൾ പറഞ്ഞു തന്നുകൊണ്ടിരുന്നപ്പോൾ പ്രോബ്ലം ഇല്ലായിരുന്നു. സ്കൂളിലൊക്കെ അതാണ് സംഭവിച്ചത്. സ്കൂളിൽ ഒരു ടീച്ചർ വന്നിട്ട് നമ്മളെ പഠിപ്പിക്കുക, നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിലായി, ആ പ്രോബ്ലം മാത്രം. ദാറ്റ്സ് ഓൾ. വേറെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്റഗ്രേഷൻ പഠിക്കേണ്ടതല്ല, കൂടുതൽ ഇനി നിങ്ങൾ എക്സ്ട്രാ കൂടുതൽ പഠിക്കണം, തന്നെ ചെയ്യാൻ ശ്രമിക്കണം. കിട്ടുന്നെങ്കിൽ സന്തോഷമല്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ കുട്ടി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇതേപോലെ ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക. പിന്നെ ഇത് നിങ്ങൾക്ക് നല്ലൊരു പ്രോബ്ലം ആയിട്ട്, മീൻസ് ഒരാൾക്ക് പ്രയോജനം ഉണ്ടെന്ന് തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.